നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപകടമുണ്ടായാൽ നിസ്സാര കാര്യങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കില്ലെന്നും ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിക്കാൻ അറിയില്ലെന്ന രീതിക്ക് മാറ്റം വരുത്തുമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ലേണേഴ്സ് ചോദ്യങ്ങൾ 30 ആക്കുമെന്നും KSRTC ജീവനക്കാരോട് പറയാനുള്ളത് കത്തായി ഉടൻ നൽകുമെന്നും മന്ത്രി പത്തനാപുരത്ത് വെച്ച് പറഞ്ഞു. നിലവിൽ ലേണേഴ്സ് എടുക്കാൻ 20 ചോദ്യങ്ങളിൽ 12 എണ്ണം ശരിയാക്കിയാൽ മതി. ഇനി 30-ൽ 25 ഉത്തരം ശരിയാക്കണം. ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് അനുവദിക്കുന്ന ലൈസൻസിന്റെ എണ്ണം 20 ആക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൽ ക്യാമറ വേണം. ഉദ്യോഗസ്ഥർ എല്ലാവരോടും മാന്യമായി പെരുമാറണം. കൂടുതൽ ബസ് റൂട്ടുകൾ അനുവദിക്കും. ലോറികളിൽ നമ്പർ പ്ലേറ്റ് മറച്ചുവെക്കുന്നത് അവസാനിപ്പിക്കും. ഫ്രീക്കന്മാരുടെ അഭ്യാസം റോഡിൽ അനുവദിക്കില്ല. വേണമെങ്കിൽ പ്രത്യേക സ്ഥലത്ത് ആകാമെന്നും മന്ത്രി പറഞ്ഞു. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് തുടങ്ങിയ 4 സ്വിഫ്റ്റ് ബസ് സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്നൊരു കാലതാമസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നു ഗണേഷ് കുമാർ. പുതിയ KSRTC ബസ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഫീച്ചേഴ്സിനെ കുറിച്ച് വിവരിച്ച ശേഷമായിരുന്നു മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ KSRTC ഉദ്യോഗസ്ഥരോടായി പറയാനുള്ള കാര്യങ്ങൾ ഒരു കത്തായി നിങ്ങൾക്ക് വരും. പരസ്പരം തിരിച്ചറിയേണ്ട കാര്യങ്ങളായിരിക്കും കത്തിലുണ്ടാവുക. എല്ലാ ഉദ്യോഗസ്ഥരുമായി സംഘടനകളുമായി അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും അദ്ദേഹം സ്വിഫ്റ്റ് ബസ്സുകൾ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. KSRTCയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് സംബന്ധിച്ചുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളിലൂടെ KSRTCയെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ചിന്തയോടെ തന്നെയാണ് മന്ത്രിക്ക് ഗണേഷ് കുമാറിന്റെ ഓരോ നീക്കങ്ങളും പ്രാവർത്തികമാക്കുന്നത്. KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ച് KSRTC ജീവനക്കാർക്ക് കത്തെഴുതുമെന്നും ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല പുതുമയുള്ള തീരുമാനങ്ങളും KSRTCയിൽ നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാം പഠിച്ചു കഴിഞ്ഞു. തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറേ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും. ഏതായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്ത് എഴുതുന്നുണ്ട്. KSRTCയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്താണത്. എന്താണ് KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ഇതിനെ നമ്മൾ ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കുമെന്നും കത്തിൽ സൂചിപ്പിക്കും. അതിനായി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട സഹകരണത്തെക്കുറിച്ചും വ്യക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിലെ എല്ലാ സംഘടനാ നേതാക്കളെയും താൻ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അവരോടെല്ലാം സംസാരിച്ച ശേഷം ജീവനക്കാർക്ക് ഒരു തുറന്ന കത്തെഴുതുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങൾ വഴി, പ്രധാനമായി വാട്സപ്പ് വഴി എല്ലാ ജീവനക്കാർക്കും കത്തെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കത്ത് പ്രിന്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. KSRTC കുടുംബത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ കെ.ബി. ഗണേഷ് കുമാർ തന്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ജോലിക്ക് എല്ലാവരും കൃത്യമായി വരണമെന്നും റൂട്ടുകൾ മുടങ്ങാൻ പാടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഷ്ടത്തിലോടുന്ന റൂട്ടുകളെക്കുറിച്ച് MLA മാരോട് ചർച്ച ചെയ്ത നടപടികൾ കൈക്കൊള്ളുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു.